വിങ്സ് പരമു. ഒരു സുന്ദരമായ കാട്ടിൽ ഒരു കുട്ടിക്കുരങ്ങൻ ഉണ്ടായിരുന്നു. പരമു എന്നായിരുന്നു അവന്റെ പേര്. അവന് ജീവിതത്തിൽ ഒരു വലിയ ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷികളെ പോലെ തനിക്കും പറക്കണം. എന്നാൽ ഈ ആഗ്രഹം കൂടെയുള്ള കുരങ്ങന്മാരോട് പറയുമ്പോഴൊക്കെയും അവർ അവനെ കളിയാക്കി ചിരിച്ചു. എടാ മണ്ട, പറക്കാനോ? അതൊന്നും നിന്നെ കൊണ്ട് പറ്റില്ല. ചിറകുണ്ടെങ്കിലേ പക്ഷികളെ പോലെ പറക്കാൻ പറ്റൂ. പരമു ആകട്ടെ കൂട്ടുകാർ പറഞ്ഞതൊന്നും വകവെച്ചില്ല. ഒരു ദിവസം ഞാൻ നിങ്ങളുടെ മുൻപിൽ കൂടി പറന്നു പോകും, അപ്പോ കണ്ടോ. പറക്കാനുള്ള തന്റെ ആഗ്രഹം കൊണ്ട് എല്ലാ ദിവസവും അവൻ ഉയരമുള്ള മരത്തിന്റെ മുകളിൽ നിന്ന് ചാടി പറക്കുവാൻ വേണ്ടി കൈകൾ ഇട്ടടിക്കും. എന്നാൽ തലയും കുത്തി വീഴുകയല്ലാതെ അവന് പറക്കാൻ സാധിച്ചില്ല. ഓരോ തവണ വീഴുമ്പോഴും കൂടെയുള്ള കുരങ്ങന്മാർ ചിരിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഇതൊന്നും അവനെ തളർത്തിയില്ല. അവൻ വീണ്ടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു കാറ്റുള്ള ദിവസം പരമു മരത്തിന്റെ മുകളിൽ നിന്ന് ചാടിയതും കാറ്റിന്റെ ശക്തി കാരണം കുറച്ചു ദൂരെ ചെന്ന് വീണു. ഞാൻ കുറച്ചു ദൂരം പറന്നല്ലോ. അവന്റെ ഉള്ളിൽ ഒരു കൗതുകം തോന്നി. ഇതെല്ലാം ഒരു പരുന്ത് മരമുകളിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പരുന്ത് പറന്ന് പതിയെ പരമുവിന്റെ അടുത്ത് ചെന്നു. അല്ല പരമുവേ, നീ എന്തിനാ മരത്തിന്റെ മുകളിൽ നിന്ന് ചാടിയിട്ട് വീഴുന്നത്? നിന്റെ കൈയും കാലും ഒക്കെ ഒടിഞ്ഞാൽ ചാടി നടക്കാൻ പറ്റുമോ? ഇത് കേട്ട് പരമു പറഞ്ഞു, എനിക്ക് നിങ്ങളെ പോലെയൊക്കെ പറക്കണമെന്നൊരാഗ്രഹമുണ്ട്. കുറെ കാലമായി ശ്രമിക്കുന്നു. ഒരു ദിവസം ഞാനും പറക്കും. ഇത് കേട്ട് പരുന്തു ചേട്ടൻ പരമുവിനെ സഹായിക്കാമെന്നേറ്റു. രണ്ടുപേരും കൂടി പരുന്തു ചേട്ടന്റെ വീട്ടിൽ പോയി. പരുന്തു ചേട്ടന്റെ കൊഴിഞ്ഞു വീണ തൂവലുകൾ കൊണ്ട് അവർ 2 ചിറകുകൾ ഉണ്ടാക്കി. എന്നിട്ട് പരമുവിന്റെ 2 കൈയിലും വെച്ചു കെട്ടി കൊടുത്തു. എടാ, ചിറകുണ്ടെങ്കിലേ നമുക്ക് പറക്കാൻ പറ്റൂ. തനിക്ക് 2 ചിറക് കിട്ടിയപ്പോൾ പരമുവിന് ഭയങ്കര സന്തോഷമായി. ഹാ ചേട്ടാ, എനിക്കിപ്പോൾ തന്നെ പറക്കണം. എടാ, പെട്ടെന്ന് പറക്കാൻ പറ്റില്ല. നീ കാറ്റിന്റെ ശക്തിയും ഗതിയും മനസ്സിലാക്കി അതിനനുസരിച്ച് പറന്നു പഠിക്കണം. വാ, ഞാൻ പഠിപ്പിക്കാം നിന്നെ. അങ്ങനെ 2 പേരും കൂടി ഒരു മലമുകളിൽ ചെന്നിരുന്നു. പരുന്തു ചേട്ടൻ പരമുവിന് കാറ്റിന്റെ ഗതിക്കനുസരിച്ച് ചിറകുകൾ പിടിക്കാൻ പറഞ്ഞുകൊടുത്തു. ചിറകു വെച്ച് പരമു ശക്തിയായി കാറ്റിന്റെ ശക്തിക്കനുസരിച്ച് ചാടി പറന്നു. ആദ്യമെല്ലാം അവൻ വീണുകൊണ്ടേയിരുന്നു. എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ പരമു പതിയെ പറന്നു തുടങ്ങി. അവൻ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. കുറച്ച് വീണാൽ എന്താ, എനിക്ക് പറക്കാൻ പറ്റിയല്ലോ. അവൻ പറന്ന് അവന്റെ കൂട്ടുകാരിരിക്കുന്ന മരത്തിന്റെ ചുറ്റും വട്ടം വെച്ചു. ഇത് കണ്ട കൂട്ടുകാരും അന്തം വിട്ടു. ഇതെങ്ങനെ? എടാ പരമു, നീ എങ്ങനെയാടാ പറന്നേ? പറക്കുന്ന പരമുവിനെ കണ്ടവർ വിങ്സ് പരമു എന്ന് പറഞ്ഞ് അത്ഭുതത്തോടെ കൈയടിച്ചു. പരമു തന്റെ ആഗ്രഹം സാധിച്ചു തന്ന പരുന്തു ചേട്ടന്റെ അടുത്തേക്ക് സന്തോഷത്തോടെ പറന്നിറങ്ങി. ശ്രമങ്ങൾ വിജയം നേടുന്നതിനുള്ള ഏറ്റവും വലിയ വഴിയാണ്. പലതവണ വീണാലും വീണ്ടും വീണ്ടും എഴുന്നേൽക്കുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള വിജയം കിട്ടുന്നത്. സ്വപ്നം കാണുന്നവനും ശ്രമിക്കുന്നവനും ഒരു ദിവസം പറക്കാൻ സാധിക്കും. പിന്നീട് ആ കാട്ടിൽ പരമു വിങ്സ് പരമു എന്ന പേരിൽ അറിയപ്പെട്ടു.